മക്കളെ ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നന്നായിട്ട് ഇപ്പോൾ എക്സാം എഴുതിക്കുക. 11 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് താമസിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും എഴുതാൻ പറ്റാത്തവർക്ക് PSC ഒരു അവസരം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ എമർജൻസി ഓർ മാരേജ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് 19 മുതൽ 23 വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു തേർഡ് ഫേസിന് വേണ്ടിയിട്ട്. അപ്പോൾ 24 ഇന്നലെ ഞായറാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ അഡ്മിറ്റ് കാർഡ് വരാത്തത്. ഇന്ന് 25 രാവിലെ തന്നെ അഡ്മിറ്റ് കാർഡ് എത്തി. നല്ലൊരു കാര്യം. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസ് ഒക്കെ ഇങ്ങനെയുള്ള കാരണങ്ങൾ എഴുതാൻ പറ്റാത്തവർക്ക് PSC അടുത്തൊരു അവസരം കൂടെ കൊടുത്തേക്കാണ്. ഇനി 11 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 11 ദിവസം എങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? കുറേ ടോപ്പിക്കുകൾ വാരി വലിച്ചിട്ട് പഠിക്കണം അങ്ങനെയൊന്നും അല്ലടാ. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ മൊത്തം ഒന്ന് വായിച്ചിട്ട് വെക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ആണെങ്കിൽ അതിൻ്റെ നോട്ട് സൂപ്പർ നോട്ട്സ് നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ നോട്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ചോ. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. കണക്റ്റഡ് ഫാക്ട്സ് മൊത്തം അതിനകത്ത് പറയുന്നുണ്ട്. ഇനി സെക്കൻഡ് ഫേസ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടാൻ പറ്റും. ആ 2 നോട്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വെക്കും. ഇനി അതിനുശേഷം നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. കാരണം സ്പീഡ് കൂട്ടാൻ പറ്റും. നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് വീക്ക് ഏരിയാസ് മൊത്തം അറിയാൻ പറ്റും. ആ ടെൻഷൻ മൊത്തം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു 1500 ക്വസ്റ്റ്യൻസ്, അതായത് 15 ക്വസ്റ്റ്യൻ പേപ്പറുകളോട് ടെസ്റ്റ് പാക്ക് ആയിട്ട് വെറും 250 രൂപയ്ക്ക് നമ്മൾ നമ്മുടെ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്തോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെന്താണ്, നന്നായിട്ട് പഠിച്ചോ. നല്ലൊരു ചാൻസാണ്, ഒരിക്കലും മിസ്സാക്കരുത്. ടൈമൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് ടെൻഷനൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് നന്നായിട്ട് പഠിച്ചോ. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ബാക്കി വേറെ ഒന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. ഇനി ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കഴിഞ്ഞ ആൾക്കാർ മക്കളെ ഉഴപ്പല്ലേടാ, സമയം കൊണ്ട് വെറുതെ കൊണ്ട് കളയരുത്. ആ സമയം നന്നായിട്ട് യൂസ് ചെയ്തു. കാരണം വലിയൊരു ചാൻസാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞാൽ 4000-ഓളം നിയമനങ്ങളാണ്. അത് വലിയൊരു ചാൻസാണ്. അതിലൊരാളാവാൻ നമ്മളെ കൊണ്ട് ആര് ശ്രമിച്ചാലും ആരെ കൊണ്ടും അത് പറ്റും. അപ്പോൾ ആ ചാൻസ് കളയരുത് കേട്ടോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. അടുത്ത വർഷം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ എനിക്ക് നിങ്ങളുടെ പേര് കാണാൻ പറ്റണം കേട്ടോ.